ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മൗലിക അവകാശങ്ങൾ പറഞ്ഞു നിർത്തി. അപ്പോൾ 32 വരെയുള്ള മൗലിക അവകാശങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കേസും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഈ ആർട്ടിക്കിൾ 32 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 32 പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശമാണ് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് റിട്ടുകൾ. അപ്പോൾ എന്താണ് റിട്ടുകൾ എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ മൗലിക അവകാശത്തിൽ ഓരോ ഇന്ത്യൻ പൗരനും പ്രൊവൈഡ് ചെയ്ത് തരുന്ന കുറച്ച് അവകാശങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ഈ അവകാശങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഓരോ പൗരനും ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ എന്ത് ചെയ്യാം, സമീപിക്കാനായിട്ട് പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 32 പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആർട്ടിക്കിൾ 32 പറയുന്നത് ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു മൗലികാവകാശം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ 32 പ്രകാരം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരന് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. കാരണം എനിക്ക് അവകാശം നിഷേധിച്ചു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. അതാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. അപ്പോൾ മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടുകൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ റിട്ടുമായിട്ട് സമീപിക്കാനായിട്ട് പറ്റും. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെയും ഡയറക്റ്റ് സമീപിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതിയെ വേറൊരു കാര്യത്തിന് സമീപിക്കാനായിട്ട് പറ്റത്തില്ല. ആകെ പറ്റുന്നത് ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതി എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, സമീപിക്കാനായിട്ട് പറ്റുള്ളൂ. റിട്ടുകൾ എന്ന് പറയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. റിട്ട് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്, റിട്ട് എന്ന് പറയുന്നത്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കൊക്കെയാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കുമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത്. ഈ പറയുന്ന റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്? ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഇനി റിട്ട് അധികാരം സുപ്രീം കോടതിക്കും ഉണ്ട്, ഹൈക്കോടതിക്കും റിട്ട് അധികാരം ഉണ്ട്. അപ്പോൾ ഏതിനാണ്, അതായത് സുപ്രീം കോടതിക്കാണോ ഹൈക്കോടതിക്കാണോ റിട്ട് അധികാരം വിശാലമായിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് റിട്ട് അധികാരം വിശാലമായിട്ടിരിക്കുന്നത് ഹൈക്കോടതിക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? സുപ്രീം കോടതിയല്ലേ വലുത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു ആവശ്യത്തിന് നമുക്ക് സുപ്രീം കോടതി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റ് സമീപിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം കീഴ്ക്കോടതികൾ എടുത്ത് പിന്നീട് ഹൈക്കോടതി എടുത്ത് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് റെഫർ ചെയ്തിട്ടാണ് കേസുകൾ പോകുന്നത്. പക്ഷേ റിട്ട് അധികാരം മാത്രമാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് കുറച്ച് പരിധിയുണ്ട്. അതായത് റിട്ട് അധികാരത്തിന് വേണ്ടി മാത്രം സുപ്രീം കോടതിയെ സമീപിക്കുക. പക്ഷേ ഹൈക്കോടതി റിട്ട് അധികാരത്തിന് ബാക്കിയുള്ളതിന് നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി വിശാലമായിട്ട് ഉള്ളത് ഹൈക്കോടതിയാണ്. അതാണ് പറയുന്നത് റിട്ട് അധികാരം കൂടുതൽ വിശാലമായിരിക്കുന്നത് ഏതിലാണ്? ഹൈക്കോടതിയിലാണെന്ന് പറയാൻ പറ്റും. ഇനി റിട്ട് എന്ന് പറയുമ്പോൾ 5 റിട്ടുകളാണ് കാണപ്പെടുന്നത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറന്റോ, സെർഷറി എന്ന് തുടങ്ങി 5 റിട്ടുകളാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഈ റിട്ടുകളൊക്കെ ലാറ്റിൻ വേർഡ് പോലെയുള്ള വേർഡ്സുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ഹേബിയസ് കോർപ്പസ് എന്നും മാൻഡമസ് എന്നും പ്രൊഹിബിഷൻ എന്നും കോവാറന്റോ എന്നും സെർഷറി എന്നൊക്കെ ഉള്ള വാക്കുകളായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അത് ആദ്യത്തത് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് മീൻസ് യു മേ ഹാവ് ദി ബോഡി, അതായത് ബോഡി ഏറ്റെടുക്കൽ എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്ന് പറയുന്നത്. യു മേ ഹാവ് ദി ബോഡി, അതായത് ബോഡി ഏറ്റെടുക്കൽ എന്നാണ് ഹേബിയസ് കോർപ്പസിന് അറിയപ്പെടുന്നത്. അതായത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് നിയമവിധേയമല്ലാത്ത രീതിയിൽ ഒരാളെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാൾ, അയാളെ നമുക്ക് മോചിപ്പിച്ച് കിട്ടണം. അതിനുവേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഒന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഒരു സംരക്ഷണാർത്ഥം കോടതി പുറപ്പെടുവിക്കുന്ന ഒന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോഡി ഏറ്റെടുക്കൽ, ബോഡി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന രീതിയിലാണ് ഹേബിയസ് കോർപ്പസ് വരുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപിളി നമുക്ക് ഓർക്കാൻ പറ്റുന്നത് ജയ് ഭീം എന്ന് പറയുന്നൊരു തമിഴ് ഫിലിമുണ്ട്. അതായത് ആരാണ്, സൂര്യ നായകനായിട്ടുള്ള ജയ് ഭീം എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്. അപ്പോൾ അതിനകത്ത് ആക്ച്വലി ഹേബിയസ് കോർപ്പസിനെ പറ്റി മാത്രമാണ് ആ ഫിലിം കൊണ്ടുപോകുന്നത്. ആ ത്രെട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. അപ്പോൾ അതായത് അതിനകത്ത് ഒരു വ്യക്തിയെ ഇതുപോലെ കോടതി പിടിച്ചുകൊണ്ട് പോകുന്നു, ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിച്ച് വേറെ ഒരു FIR എഴുതാതെ പിടിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല. ഓക്കെ, അപ്പോൾ അയാൾ എന്ത് ചെയ്യുക, അയാളെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കുക, അയാളുടെ ശരീരം കണ്ടുകിട്ടുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടി അവർ എന്ത് ഫയൽ ചെയ്യുന്നുണ്ട്, ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നുണ്ട്. പിന്നീട് അതുമായിട്ട് ചുറ്റിപ്പറ്റിയാണ് ആ ഫിലിം കടന്നു പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് അയാൾക്ക് എന്ത് പറ്റി എന്നുള്ളത് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അയാളുടെ ശരീരം കണ്ടുകെട്ടുക എന്നതോടൊപ്പം അയാൾക്ക് എന്ത് പറ്റി എന്നത് കൂടി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഹേബിയസ് കോർപ്പസിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹേബിയസ് കോർപ്പസിൽ വരുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പം ഒരു ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഇപ്പോൾ കല്യാണം കഴിച്ച് പോവാണ്.
അപ്പോൾ അത് നിയമവിധേയമല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയോ അല്ലെങ്കിൽ കടത്തിക്കൊണ്ട് പോവുകയോ ഒക്കെ ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. കല്യാണം മാത്രമല്ല ഏതാണെങ്കിലും. അപ്പോൾ കടത്തിക്കൊണ്ട് പോവുകയോ ഒളിച്ചോടുകയോ ഇങ്ങനെ എന്താണെങ്കിലും അപ്പോൾ ശരീരം കടത്തിക്കൊണ്ട് പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ആളെ തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ഈ ആളെ എന്ത് ചെയ്യുക, കോടതിയിൽ ഹാജരാക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. ആരാണോ കൊണ്ടുപോയതെന്ന് സംശയിക്കുന്നത് അയാൾക്കെതിരെ ഹേബിയസ് കോർപ്പസ് എന്ത് ചെയ്യാം, ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ ബോഡി ഏറ്റെടുക്കുക എന്നുള്ള അർത്ഥം വരുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകനായിട്ടുള്ള ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അടുത്തത് മാൻഡമസ് ആണ്. മാൻഡമസ് മീൻസ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഐ ഓർ വി ഓർഡർ എന്ന് പറയുന്നതാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അപ്പൊ മാൻഡമസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തം കർത്തവ്യം നിർവഹിക്കുന്നില്ല, അതായത് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥന് കഴിയുന്നില്ല എങ്കിൽ, ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥാപനത്തിനോ കഴിയുന്നില്ല എങ്കിൽ കോടതി ഉത്തരവ് ഇറക്കുന്നതാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു കർത്തവ്യം അല്ലെങ്കിൽ നമുക്ക് ചെയ്തു തരേണ്ട ഒരു കർത്തവ്യമാണ് ഒരു പദവിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു പൊതുസ്ഥാപനം നമുക്ക് ചെയ്തു തരുന്നില്ല എങ്കിൽ അത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന, അതായത് ചെയ്തു തരാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന, അവർക്കെതിരെ പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് എന്ന് പറയുന്നത്. സ്വകാര്യ വ്യക്തികൾക്കെതിരെയോ അല്ലെങ്കിൽ രാഷ്ട്രപതി, ഗവർണർ, പാർലമെന്റ് തുടങ്ങിയവർക്കെതിരായിട്ട് ഈ പറയുന്ന മാൻഡമസ് പുറപ്പെടുവിക്കാനായിട്ട് കഴിയത്തില്ല. അതായത് ഒരു സ്വകാര്യ വ്യക്തി നമുക്ക് ഇന്ന കാര്യം ചെയ്തു തന്നില്ല എന്ന് കരുതി നമുക്ക് ഈ പറയുന്ന മാൻഡമസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർ, ഒരു ഉന്നത സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെ എതിരെ നമുക്ക് എന്ത് ചെയ്യാം, മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് സമർപ്പിക്കാനായിട്ട് പറ്റും. കാരണം അവർ ആ ജോലി ചെയ്തില്ല, കർത്തവ്യ നിർവഹണം നടത്തി എന്ന പേരിൽ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഐ ഓർ വി ഓർഡർ എന്നാണ് അതിനർത്ഥം എന്ന് പറയുന്നത്. അർത്ഥം കൂടി ഓർത്തു വെച്ചിരിക്കാം. അടുത്ത റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. പ്രൊഹിബിഷൻ ടു ഫോർബിഡ് എന്നുള്ളതാണ് അതിനർത്ഥം എന്ന് പറയുന്നത്. ടു ഫോർബിഡ് എന്നുള്ളതാണ്, വിലക്കുക എന്നുള്ളതാണ് അർത്ഥം. വിലക്കുക എന്നർത്ഥം വരുന്ന അല്ലെങ്കിൽ ടു ഫോർബിഡ് എന്നർത്ഥം വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് എന്ന് പറയുന്നത്. അതായത് ഈ റിട്ട് എന്ന് പറയുന്നത് ഒരു കേസ് കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി വിട്ട് ആ കേസ് എടുക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഒരു കേസ് യഥാർത്ഥത്തിൽ ആ കീഴ്ക്കോടതിയിൽ വരേണ്ട കേസല്ല, പക്ഷെ ആ കീഴ്ക്കോടതി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അധികാരവും വിട്ട് ആ കേസ് എന്ത് ചെയ്യാണ്, ഏറ്റെടുത്ത് നടത്തുകയാണ്. അപ്പൊ അങ്ങനെ നടത്തുകയാണെങ്കിൽ അതിനെ പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട്, വിലക്കിക്കൊണ്ടുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കേസ് ഒരു കോടതി പരിഗണിക്കുകയാണ്. അപ്പൊ ആ കോടതി പരിഗണിക്കേണ്ട കേസല്ല അല്ലെങ്കിൽ ആ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന ഒരു കേസല്ല, പക്ഷെ ആ കോടതി എന്ത് ചെയ്യുന്നുണ്ട്, ആ കേസ് എടുത്ത് ആ കേസിലെ മേൽ നിയമമൊക്കെ ഉണ്ടാക്കുകയാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് റദ്ദാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് വിലക്കിക്കൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട്. അതായത് നിയമവിരുദ്ധവും നീതിരഹിതവുമായിട്ടുള്ള വിചാരണ തടയാൻ വേണ്ടിയിട്ടാണ് ഈ റിട്ട് എന്ത് ചെയ്യുന്നത്, പുറപ്പെടുവിക്കുന്നത്. ഇപ്പോൾ ഒരു കോടതിക്ക് പരിധിയിലുള്ള എന്താണ് കേസല്ല എങ്കിലും ആ കോടതി എടുക്കുന്നു, എന്തിനങ്ങനെ എടുക്കുന്നു എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട്. ആക്ച്വലി ഈ പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് ജുഡീഷ്യൽ, കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഈ റിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർക്കെതിരെ മാത്രമേ ഈ റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ അടുത്ത റിട്ടാണ് കോവാറന്റോ എന്ന് പറയുന്നത്. കോവാറന്റോ എന്ന് പറയുമ്പോൾ എന്ത് അധികാരം എന്ന് ചോദിക്കുകയാണ്. കോവാറന്റോ എന്ത് അധികാരം, വിത്ത് വാട്ട് അതോറിറ്റി എന്നാണ് ഈ കോവാറന്റോ എന്ന് പറയുന്ന റിട്ടിന്റെ അർത്ഥം എന്ന് പറയുന്നത്. വാട്ട് അതോറിറ്റി, എന്ത് അതോറിറ്റി എന്ന് ചോദിക്കുന്നതാണ്. അതായത് അതിൽ തന്നെ എല്ലാം ഉണ്ട്. അതായത് ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഒരു ഉദ്യോഗസ്ഥ സ്ഥാനത്തിരിക്കുകയാണ്, അതായത് അയാൾക്ക് യോഗ്യതയോ അല്ലെങ്കിൽ അർഹതയോ ഇല്ലാത്ത ഒരു ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അത് തടഞ്ഞുകൊണ്ടുള്ള റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. എന്ത് അധികാരം, നിനക്ക് ആ അധികാരത്തിനുള്ള അവകാശമില്ലല്ലോ, എന്നിട്ടും നീ ആ പദവിയിൽ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അത് തടയണം എന്നുള്ള രീതിയിലുള്ള റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്ന റിട്ട്. അതായത് നമുക്ക് ഈ കോ വാറന്റോ റിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട് തിരുവനന്തപുരത്ത്, നമുക്കറിയാലോ. അപ്പോൾ ആ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു റിട്ട് കൂടിയാണ് ഈ കോ വാറന്റോ റിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു റിട്ടാണ് കോ വാറന്റോ റിട്ട്. അതും കൂടി ആലോചിച്ച് വെച്ചിരിക്കാം. ഇനി അടുത്തതാണ് സെർഷറി എന്ന് പറയുന്നത്. അപ്പോൾ സെർഷറി എന്ന് പറയുന്നത് ടു ബി സർട്ടിഫൈഡ് എന്നാണ് അതിനർത്ഥം. ടു ബി സർട്ടിഫൈഡ് അതായത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക. ടു സർട്ടിഫൈഡ് അല്ലെങ്കിൽ ടു ഇൻഫോം അല്ലെങ്കിൽ വിവരങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ എന്താണ് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നൊക്കെ അർത്ഥം തരുന്ന റിട്ടാണ് സെർഷറി റിട്ട് എന്ന് പറയുന്നത്. അതായത് ഈ റിട്ട് പറയുന്നത് ഇപ്പോൾ ഒരു കേസ് ഒരു കീഴ്ക്കോടതി എടുക്കുകയാണ്. അപ്പോൾ കീഴ്ക്കോടതി എടുത്തത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ കീഴ്ക്കോടതിയിൽ പ്രഖ്യാപനം നമുക്ക് താല്പര്യമില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് പോരാ എന്ന് തോന്നുവാണെങ്കിൽ ആ കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സെർഷറി റിട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു കോടതി കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് ഒരു കാര്യം മാറ്റാൻ, ഒരു കേസ് മാറ്റാൻ വേണ്ടി ഉത്തരവിടുന്ന റിട്ടാണ് സെർഷറി റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന റിട്ടുകൾ, അപ്പൊ 5 റിട്ടുകൾ നമ്മൾ കഴിഞ്ഞു. ഈ റിട്ടുകളിൽ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും കൊടുക്കാവുന്ന ഒരു റിട്ടുണ്ട്. ആർക്കും കൊടുക്കാൻ പറ്റുന്ന റിട്ടാണ് മാൻഡമസ് റിട്ട് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഉണ്ട്. കാരണം മാൻഡമസിന്റെ റിട്ട് തന്നെ എന്താണ് പറയുന്നത്, ഒരു ഉദ്യോഗസ്ഥൻ
അല്ലെങ്കിൽ നമ്മൾ ഒരു കർത്തവ്യത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അയാളുടെ കർത്തവ്യ നിർവഹണം കൃത്യമായി നടത്തിയിട്ടില്ല എങ്കിൽ അയാൾക്കെതിരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്നു, നമുക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യമാണ്, ആ വ്യക്തി ആ ഉദ്യോഗസ്ഥൻ ചെയ്തു തന്നില്ല എങ്കിൽ നമുക്ക് മാൻഡമസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കെതിരെ, അതായത് സ്റ്റേറ്റിനും പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കും ആർക്ക് എതിരെയും നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന, അതായത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അവിടെ പ്രൈവറ്റ് സെക്ടർ എന്നുള്ളൊരു വ്യത്യാസം വരുന്നില്ല. അതേസമയം മാൻഡമസിന് ഈ പറയുന്ന സ്വകാര്യ വ്യക്തികൾ, രാഷ്ട്രപതി, അവർക്കൊന്നും എതിരെ മാൻഡമസ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഹേബിയസ് കോർപ്പസ് എന്ത് ചെയ്യാം, സ്വകാര്യ വ്യക്തികൾക്കെതിരെയും അതുപോലെ തന്നെ സ്റ്റേറ്റിനും ഒക്കെ എതിരെ കൊടുക്കാൻ പറ്റുന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത ഏതാണ്? ഒന്നാമത്തെ നമുക്കറിയാം മാൻഡമസ് പുറപ്പെടുവിക്കാൻ കഴിയില്ല. അതുപോലെ പ്രൊഹിബിഷൻ, അടുത്തത് സെർഷറി. ഈ പ്രൊഹിബിഷനും സെർഷറിയും ആക്ച്വലി കോടതികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതൊരു സ്വകാര്യ വ്യക്തിയുമായിട്ട് ബന്ധമേ വരുന്നില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ആലോചിക്കാം. പിന്നെ മാൻഡമസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സ്വകാര്യ വ്യക്തി ഒരു കാര്യം നമുക്ക് ചെയ്തു തന്നില്ല എന്ന് കരുതി നമുക്ക് മാൻഡമസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾക്കത് ചെയ്തു തരാനുള്ള ഒരു എന്താണ് ചെയ്തു തരേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ആ മാൻഡമസും ഈ പറയുന്ന സ്വകാര്യ വ്യക്തികൾക്കെതിരെ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റാത്ത റിട്ടായിട്ട് പറയുന്നത്. അപ്പോൾ റിട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. എപ്പോഴും ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉള്ള, അല്ലെങ്കിൽ കുറച്ചല്ല, എപ്പോഴും എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന റിട്ടുകൾ എന്ന് പറയുന്നത്. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ക്ലാസ്സുകൾ കഴിയും.